ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചോക്കോ ലാവ കേക്കിൻ്റെ റെസിപ്പിയാണ്. സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടീസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയൊന്നും അല്ല കേട്ടോ, പൊടിക്കാതെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബട്ടറും പഞ്ചസാരയും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അപ്പോൾ തന്നെ അതൊന്ന് ഇതായിട്ട് വന്നോളും. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 കപ്പ് പാൽ, ഒരു ഇളം ചൂടുള്ള പാലായിരിക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ പഞ്ചസാര കുറച്ച് സമയം ഇളക്കുമ്പോൾ അലിഞ്ഞ് ചേരുള്ളൂ. അപ്പോൾ ഇളം ചൂടുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വാനില എസൻസും കൂടെ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അരിച്ച് ചേർക്കണമെന്നൊന്നുമില്ല ഈ ചോക്കോലാവ കേക്കിന്, അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായി ഒരു ലംസ് ഒന്നും ഇല്ലാതെ, കട്ടയൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ വീഡിയോ സ്പീഡാക്കി ഇട്ടതാണ്. അത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിലും കുറവ് കേട്ടോ. ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് എല്ലായിടത്തും എത്തുന്ന പോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. പതുക്കെ മിക്സ് ചെയ്താൽ മതി. ഇതാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി. ഒരു കട്ടിയുള്ള ബാറ്ററാണ്. അതിനെ നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പൈപ്പിംഗ് ബാഗിലാക്കി കൊടുക്കുന്നത്. ആക്കി കൊടുക്കാം നമുക്ക്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഡാർക്ക് കോമ്പൗണ്ട്, ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ലാവ പോലെ വരാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ണിയപ്പ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അതിന് കുറച്ച് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചോക്ലേറ്റില്ലേ, നമ്മൾ പീസാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് അത് അതിന് മേലെ വെച്ച് കൊടുക്കാം. ഓരോന്നായി വെച്ച് കൊടുക്കാം. നല്ലതുപോലെ വെക്കണം. കുറച്ച് വലിയ പീസ് തന്നെ വെക്കണം. ഡയറി മിൽക്ക് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഡയറി മിൽക്കിൻ്റെ ആ ഒരു പീസ് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അത് ഇച്ചിരി വലിയ പീസ് വെക്കണം എന്ന് പറയുന്നത് ഈ ലാവ പോലെ ഒഴുകി വരാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തിട്ട് അത് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കേട്ടോ, ഒരു സൈഡ് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ അത് മേലെല്ലാം ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടാവും. ഇത് ഓരോ ഫ്ലെയിമിനനുസരിച്ച് ഈ 10 മിനിറ്റ് എന്നുള്ളത് വ്യത്യാസം വരും കേട്ടോ. എനിക്ക് 10 മിനിറ്റ് എടുത്തു, പക്ഷേ ഓരോ ഫ്ലെയിമിനനുസരിച്ച് അത് വ്യത്യാസം വരുമല്ലോ. അപ്പോൾ 8 to 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഒന്ന് നോക്കിയാൽ മതി. മേലൊക്കെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിടാം. ഇത് മറിച്ചിട്ടിട്ട് ഒരു 7 to 8 മിനിറ്റ് വെക്കാം കേട്ടോ. 8 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് അതായിട്ടുണ്ടാവും. അപ്പോൾ എടുത്ത് നോക്കാം. നല്ലതുപോലെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ആയതെല്ലാം എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. എനിക്ക് ഈ ഒരു കപ്പ് ഇതിന്ന് 12 എണ്ണമാണ് കേട്ടോ കിട്ടിയത്. അതിൻ്റെ മേലെ ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ഉള്ളിൽ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല ചോക്ലേറ്റിയാണ്. നല്ല ലാവ പോലെ ഒഴുകി വരുന്നുണ്ട് കണ്ടോ. അത്രയും നമ്മുടെ ചോക്ലേറ്റൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഈ കേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.